ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ തേർഡ് മൊഡ്യൂളിലെ പാർട്ട് 4 ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാഫ് ഷാഫ്റ്റുകളെ കുറിച്ചാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൈനൽ ഡ്രൈവിനെ കുറിച്ചാണ്. ഫൈനൽ ഡ്രൈവ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈനൽ ഡ്രൈവ് ഗിയേഴ്സ്, സ്ട്രൈറ്റ് ബിവൽ ഗിയേഴ്സ്, സ്പൈറൽ ബിവൽ ഗിയേഴ്സ്, ഹൈപ്പോയിഡ് ബിവൽ ഗിയേഴ്സ്, നെക്സ്റ്റ് വേം ആൻഡ് വീൽ. ഇതിനെക്കുറിച്ചൊക്കെ ഓരോന്നിനെ കുറിച്ചും ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാഹനത്തിലെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യലിനെ കുറിച്ചാണ്. എന്താണ് ഡിഫറൻഷ്യൽ? ഡിഫറൻഷ്യലിൻ്റെ ഫങ്ഷൻ എന്താണ്? അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണ്? ഇതാണെന്ന് നമ്മൾ നോക്കുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യൽസ് ഉണ്ട്. അത് നമുക്കത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാറുകളുടെ കേസ് നോക്കുകയാണെങ്കിൽ അഥവാ അതിൽ 4 വീൽസ് ആണ് സാധാരണ ഉണ്ടാവുക അല്ലേ? അല്ലെങ്കിൽ ഒരു 3 വീലർ ഓട്ടോറിക്ഷ, അല്ലെങ്കിൽ ഒരു 6 വീലർ ആയിട്ടുള്ള ബസ്സസ് അല്ലെങ്കിൽ ലോറീസ്. ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ കേസിലൊക്കെ 2 വീലേഴ്സ് അല്ലാത്ത വെഹിക്കിൾസിലൊക്കെ ആ ഒരു വെഹിക്കിൾസിലൊക്കെ നമ്മൾ എൻജിനുള്ള ഡ്രൈവ് കൊടുക്കുന്ന വീൽസിൽ അഥവാ ലൈവ് ആക്സിൽ കണക്ട് ചെയ്തിട്ടുള്ള വീൽസിൽ അവിടെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ഒരു കമ്പോണൻ്റാണ് ഡിഫറൻഷ്യൽ. അപ്പോൾ എൻജിനുള്ള ഡ്രൈവ് നമ്മൾ ക്ലച്ച് വഴി, ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സ് വഴി, നെക്സ്റ്റ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉള്ള വെഹിക്കിൾ ആണെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി, അതല്ലെങ്കിൽ നേരിട്ട് ഗിയർ ബോക്സിൽ നിന്ന് ഡിഫറൻഷ്യൽ വഴിയാണ് വീൽസിലേക്ക് പോകുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ മെയിനായിട്ട് ഒരു ഫങ്ഷൻ ഉണ്ട്. പോരാത്തതിന് സാധാരണ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഫൈനൽ ഡ്രൈവ് യൂണിറ്റ്, അതും ഡിഫറൻഷ്യലിൻ്റെ അകത്ത് തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഫൈനൽ ഡ്രൈവ് യൂണിറ്റ് പ്ലസ് ഡിഫറൻഷ്യൽ ഗിയേഴ്സ് അടങ്ങിയതിനെയാണ് ഡിഫറൻഷ്യൽ യൂണിറ്റ് എന്ന് പറയാറ്. അപ്പോൾ ഡിഫറൻഷ്യലിൻ്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ ഫൈനൽ ഡ്രൈവിൻ്റെ ഫംഗ്ഷനായിരുന്ന 90 ഡിഗ്രി പവർ ട്രാൻസ്മിഷൻ, ആവശ്യമുള്ള സ്ഥലത്ത് 90 ഡിഗ്രി പവർ ട്രാൻസ്മിഷൻ, എഞ്ചിനുള്ള ഡ്രൈവ് വീൽസിലേക്ക്, 2 വീൽസിലേക്കും. ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ കേസിലാകുമ്പോൾ റൈറ്റ് സൈഡ് വീലും ഉണ്ടാവും, ലെഫ്റ്റ് സൈഡ് വീലും ഉണ്ടാവും. പവർ കൊടുക്കുന്നപ്പോൾ ഫ്രണ്ട് വീൽസിലേക്കാണെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡും ഉണ്ടാവും, റൈറ്റ് സൈഡും ഉണ്ടാവും. അതല്ല പവർ കൊടുക്കുന്ന റിയർ സൈഡ് വീൽസിലേക്കാണെങ്കിൽ റിയറിൽ ലെഫ്റ്റ് സൈഡ് വീലും ഉണ്ടാവും, റൈറ്റ് സൈഡ് വീലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു 2 വീൽസിലേക്കും എൻജിനുള്ള പവർ 90 ഡിഗ്രി ആയിട്ട് എൻജിൻ വീൽസും ഒരേ ഡയറക്ഷനിലല്ലാതെ ഉള്ള കേസിലാണ്, പ്രത്യേകിച്ച് ഫ്രണ്ട് എൻജിൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസിലൊക്കെ 90 ഡിഗ്രി പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് പവർ ട്രാൻസ്മിഷൻ സാധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഫൈനൽ ഡ്രൈവിൻ്റെ ഫംഗ്ഷൻ. അത് നമ്മൾ ഡിഫറൻഷ്യലിൻ്റെ ഫംഗ്ഷനായിട്ടും പറയാൻ പറ്റും. ഇനി മെയിനായിട്ട് ഡിഫറൻഷ്യലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻജിനിൽ നിന്ന് വരുന്ന ഡ്രൈവിന് അല്ലെങ്കിൽ പവറിന് 2 വീൽസിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ? നമ്മൾ സ്ട്രൈറ്റ് റോഡിലാണെങ്കിൽ 2 വീൽസിലേക്കും ഒരുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഒരു കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഉള്ള കർവാണെങ്കിൽ ആ റൈറ്റ് സൈഡ് വീലും ലെഫ്റ്റ് സൈഡ് വീലും ഒരിക്കലും ഒരേ റേഡിയസിലല്ല ആ കർവ് ടേൺ ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഒരു കർവിൻ്റെ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് വീലിലേക്കും ലെഫ്റ്റ് സൈഡ് വീലിലേക്കുള്ള റേഡിയസ് ഡിഫറെൻ്റ്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡ് വീലും ലെഫ്റ്റ് സൈഡ് വീലും മൂവ് ചെയ്യുന്ന ട്രാക്കും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ
നമ്മൾ അത്ലറ്റിക് മീറ്റിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നർ ട്രാക്കിലുള്ള ആളെ കുറച്ച് മുന്നിൽ നിർത്തിയിട്ടുണ്ടാവും, കുറച്ച് ബാക്കിൽ നിർത്തിയിട്ടുണ്ടാവും. ഔട്ടർ ട്രാക്കിലുള്ള കുറച്ച് മുന്നിൽ നിർത്തിയിട്ടുണ്ടാവും. നമ്മൾ പിന്നെ പുറമേക്കുള്ള ട്രാക്കുകളിലൊക്കെ ഇങ്ങനെ ആൾക്കാരെ കുറച്ച് മുന്നിലേക്ക് നിർത്തിയിട്ടുണ്ടാവും. അതെന്താ? ഇന്നർ ട്രാക്കിൽ റേഡിയസ് കുറവായിരിക്കും, എന്നാൽ അതിനനുസരിച്ച് നോക്കുമ്പോൾ ഔട്ടർ ട്രാക്ക് കുറച്ചുകൂടി റേഡിയസ് കൂടുതലായിരിക്കും. അപ്പോൾ അയാൾക്ക് കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടി വരും സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് വീലിനും ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ലൈനിൽ ഈ ഒരു റൈറ്റ് സൈഡ് വീലിനും ഈ ലെഫ്റ്റ് സൈഡ് വീലിനും ഇത് എന്താണ്, ഈ ഒരു പോയിന്റിൽ എത്തണമെങ്കിൽ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഇങ്ങോട്ടും എന്താണ്, ഈ ഒരു ഡിസ്റ്റൻസും ഒരു മിനിറ്റ് ഫിഗർ സൂം ചെയ്ത് കാണിക്കാം. ഈ ഒരു ഡിസ്റ്റൻസും എന്താണ്, ഡിഫറെൻ്റ് ആണ്. കാരണം സ്വാഭാവികമായിട്ടും ഇത്രയും എന്താണ്, ഈ വാഹനത്തിൻ്റെ ഒരു വീൽ ബേസ് അഥവാ രണ്ട് റൈറ്റ് സൈഡ് വീലും ലെഫ്റ്റ് സൈഡ് വീലും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, ആ വാഹനത്തിൻ്റെ വീതി അത്രയും എന്താണ് റേഡിയസ് കൂടി നമ്മൾ ഈ ഒരു സർക്കിളിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എന്താണ്, ഈ ഒരു രണ്ട് നമ്മളൊരു ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടുമുള്ള ഡിസ്റ്റൻസ് ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് വീലിനും ലെഫ്റ്റ് സൈഡ് വീലിനും ഒരേ സ്പീഡിൽ കറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു പോയിന്റിൽ ഒരുമിച്ചെത്താൻ കഴിയില്ല. ലെഫ്റ്റ് സൈഡ് വീൽ നമ്മൾ ഏത് ഭാഗത്തേക്കാണ് തിരിയുന്നത്, ഇപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്കാണ് ഈ ഒരു വാഹനം ടേൺ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് വീൽ എന്ന് പറഞ്ഞാൽ ഇതാണ് റൈറ്റ് സൈഡ് വീല്, ഇത് ലെഫ്റ്റ് സൈഡ് വീല്. അപ്പോൾ റൈറ്റ് സൈഡ് വീലിന് എപ്പോഴും കുറഞ്ഞ ദൂരം ട്രാവൽ ചെയ്താൽ മതിയാവും റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ. ലെഫ്റ്റ് സൈഡ് വീലിനോ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും. ലെഫ്റ്റ് സൈഡ് വീലിന് കൂടുതൽ ട്രാവൽ വരും, റൈറ്റ് സൈഡ് വീലിന് കുറഞ്ഞ ട്രാവൽ ചെയ്താൽ മതിയാവും. എങ്ങോട്ട്? റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത്. നേരെ ഓപ്പോസിറ്റിലേക്കാണ് തിരിയുന്നത്, നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ തിരിയുന്നത് ആ സൈഡിലുള്ള വീൽസിനെയാണ് നമ്മൾ ഇന്നർ വീൽസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡ് വീലാണ് ഇന്നർ വീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കർവിൻ്റെ സൈഡ്, ഏത് സൈഡിലേക്കാണോ കർവിൻ്റെ ടേണിങ് വരുന്നത് ആ സൈഡിലെ വീൽസിനെ നമ്മൾ ഇന്നർ വീൽസ് എന്ന് പറയും. നേരെ ഓപ്പോസിറ്റ് സൈഡിലെ വീൽസിനെ ഔട്ടർ വീൽസ് എന്ന് വിളിക്കും. ഇനി നമ്മൾ എപ്പോഴും ഇന്നർ വീൽസ് അല്ലെങ്കിൽ ഔട്ടർ വീൽസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഒരു കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് ഇന്നർ വീൽസിന് കുറഞ്ഞ സ്പീഡിലും ഔട്ടർ വീൽസിന് കൂടുതൽ സ്പീഡിലും റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. ഒരുപോലെ എന്താണ്, ആ വാഹനം സ്കിഡ് ആവാതെ ഈ കർവ് ടേൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ. കാരണം ആ ഇന്നർ വീൽസിൻ്റെയും ഔട്ടർ വീൽസിൻ്റെയും റേഡിയസ് ഡിഫറെൻ്റ് ആയിരിക്കും, അതിന് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നർ വീല് കുറച്ചും ഔട്ടർ വീല് കൂടുതലും ടേൺ ചെയ്ത്. അതെങ്ങനെയാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലായി, ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് ആ കർവിൻ്റെ എന്താണ് ടേണിങ്സിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇന്നർ വീൽസിലേക്കും ഔട്ടർ വീൽസിലേക്കും എൻജിനിൽ നിന്നുള്ള പവർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഡിഫറൻഷ്യലിൻ്റെ മെയിനായിട്ടുള്ള അനദർ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ഒരു വാഹനം സ്ട്രൈറ്റ് റോഡിൽ പാസ് ചെയ്യണമെങ്കിൽ രണ്ട് വീൽസിലേക്ക് ഒരുപോലെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് ഇന്നർ വീൽസിലേക്ക് കുറച്ച് പവറും ഔട്ടർ വീൽസിലേക്ക് കൂടുതൽ പവറും ട്രാൻസ്മിറ്റ് ചെയ്യണം. ഇനി രണ്ട് വീൽസിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കേസാണെങ്കിൽ അവിടെ നമുക്ക് പവർ ട്രാൻസ്മിഷൻ്റെ കേസ് വരുന്നില്ല, അവിടെ നമുക്ക് ഡിഫറൻഷ്യൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഡെഡ് ആക്സിൽ നമുക്ക് എന്താവശ്യമില്ല, ഡിഫറൻഷ്യലിൻ്റെ ആവശ്യമില്ല. എൻജിനിന് പവർ കൊടുക്കുന്ന വീൽസിൽ മാത്രമേ ഡിഫറൻഷ്യൽ ആവശ്യമുള്ളൂ. കാരണം എന്താ, അവിടെ ആ രണ്ട് വീൽസും തമ്മിൽ കണക്റ്റഡ് ആണ്, ഇൻഡിപെൻഡൻ്റ് അല്ല. ഒരു വീലും മറ്റേ വീലിനെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എന്താണ്, എൻജിൻ മുഖേന രണ്ട് വീൽസും ഷാഫ്റ്റും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഡിഫറൻഷ്യൽ ആവശ്യം വന്നത്. രണ്ട് വീലും സെപ്പറേറ്റ് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസിൻ്റെ കേസിലാകുമ്പോൾ ഫ്രണ്ട് വീൽസ് എന്തായിരിക്കും,
രണ്ടും ഇപ്പോൾ എഞ്ചിനിൽ പവർ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ ആക്സിൽ ഡെഡ് ആക്സിലായിരിക്കും. അപ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, അവിടെ ആ രണ്ട് വീൽസ് സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ആക്സിലുമോ കണക്റ്റഡ് ആയിരിക്കും ബെയറിങ്ങിൻ്റെ മുകളിൽ. രണ്ട് വീൽസിനും ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. രണ്ട് വീൽസിനും ഡിഫറെൻറ്റ് സ്പീഡിൽ തോന്നുമ്പോൾ കറങ്ങാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എൻജിൻ്റെ പവർ കൊടുത്തിട്ട് കറങ്ങുമ്പോൾ ആ എൻജിൻ ഷാഫ്റ്റ് കറങ്ങുന്നതിനനുസരിച്ചാണ് ഇത് രണ്ടും കറങ്ങുക. അപ്പോൾ അത് എൻജിനിലെ പവർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഡിഫറൻഷ്യൽ കൊടുക്കുന്നത്. അഥവാ നമ്മൾ രണ്ട് വീൽസും ഡിപ്പെൻഡൻ്റ് ആയിട്ട് സോളിഡ് ഷാഫ്റ്റ് വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രണ്ടിനും ഒരുപോലെ കറങ്ങാനില്ല. ഒന്ന് കറങ്ങുമ്പോഴേ മറ്റു കറങ്ങുള്ളൂ. അപ്പോൾ ഒരിക്കലും അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിനാണ് നമ്മൾ എൻജിനിലുള്ള ഡ്രൈവ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാനാണ് നമ്മൾ ആവശ്യമനുസരിച്ച്. എന്നാൽ സ്ട്രെയിറ്റ് റോഡിലാകുമ്പോൾ പ്രശ്നമല്ല. നേരെയുള്ള റോഡിലാകുമ്പോൾ രണ്ട് വീലും ഒരേ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുക. കർവിൽ മാത്രമേ ഈ ഒരു വിഷയം വരുന്നുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ യൂണിറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഡിഫറൻഷ്യൽ യൂണിറ്റിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നോക്കാം. ഡിഫറൻഷ്യൽ യൂണിറ്റിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് നമ്മൾ ഫൈനൽ ഡ്രൈവ് ഗിയേഴ്സ് ആയിട്ടുള്ള ബിവൽ പിനിയനും ഉണ്ടാവും, ക്രൗൺ വീലും ഉണ്ടാവും. അപ്പോൾ എൻജിനിലുള്ള ഡ്രൈവ് വരുന്നത് ഈ ബിവൽ പിനിയൻ ഷാഫ്റ്റ് വഴിയാണ്. അതുവഴി ബിവൽ പിനിയനിലെത്തും. ബിവൽ പിനിയനിൽ നേരെ ക്രൗൺ വീലിലേക്കാണ് പിന്നെ എൻജിൻ്റെ ഡ്രൈവ് എത്തുന്നത്. അപ്പോൾ ബിവൽ പിനിയൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൗൺ വീല് നേരെ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. ഈ ബിവൽ പിനിയനും ക്രൗൺ വീൽ എന്നൊക്കെ പറഞ്ഞാൽ ഗിയേഴ്സാണ് നമ്മൾ പഠിച്ചു. പിനിയൻ എന്ന് പറയാൻ കാരണം ചെറിയ ഗിയർ ആയതുകൊണ്ടാണ്. ക്രൗൺ വീൽ എന്ന് പറയാൻ കാരണം വലിയ ഗിയർ ആയതുകൊണ്ടാണ്. അവിടെ ക്രൗൺ വീലിൻ്റെ ബിവൽ പിനിയൻ്റെയും ടീത്തുകൾ അനുസരിച്ച് നമ്മൾ സ്പൈറൽ, അതുപോലെ സ്ട്രൈറ്റ്, അതുപോലെ തന്നെ ഹൈപ്പോയിഡ് എന്നൊക്കെ പറഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്പ് ബിവൽ പിനിയൻ ഗിയേഴ്സും ഡിഫറെൻറ്റ് ടൈപ്പൊക്കെ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ബിവൽ പിനിയനും ക്രൗൺ വീലും ഈ ഒരു ഡിഫറൻഷ്യലിൽ ഫൈനൽ ഡ്രൈവ് യൂണിറ്റ് ആയിട്ട് ഉണ്ടാവും. ഇനി ആ ക്രൗൺ വീലിൽ നിന്നാണ് നമ്മൾ രണ്ട് വീൽസിലേക്ക് പവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു ചിത്രത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു കമ്പോണൻസ് ആണ് നമ്മൾ എക്സ്ട്രാ ഇതിൽ വന്നിട്ടുള്ളത്. ശരിക്കും എഞ്ചിൻ എന്നുള്ള ഡ്രൈവ് വന്ന് നേരെ ക്രൗൺ വീൽ ബിവൽ പിനിയനിൽ നിന്ന് വന്ന് ക്രൗൺ വീലിലെത്തി നേരെ രണ്ട് ഷാഫ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഈ ഒരു സംഭവത്തിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഡിഫറൻഷ്യലിൻ്റെ ആവശ്യമില്ല. ഇൻ കേസ് ഇങ്ങനത്തെ ഒരു കർവ് ടേൺ ചെയ്യുന്ന കേസൊന്നും ഇല്ലെങ്കിൽ. പക്ഷെ ഈ കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ഡിഫറൻഷ്യൽ യൂണിറ്റ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യം വന്നത്. അപ്പോൾ നമ്മൾ ബിവൽ പിനിയനിൽ വന്ന ഡ്രൈവ് ക്രൗൺ വീലിലെത്തി. ഇനി ഈ ക്രൗൺ വീലുമായാണ് നമ്മൾ ബാക്കിയുള്ള കമ്പോണൻസ് ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ക്രൗൺ വീലിന്മേൽ തന്നെ ഒരു കേജ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ക്രോസ് പിന്നുമേ രണ്ട് പ്ലാനറ്റ് ഗിയേഴ്സ് ഉണ്ടാവും. പ്ലാനറ്റ് പിനിയൻ എന്ന് പറയാൻ ചെറിയ ഗിയർ ആയതുകൊണ്ടാണ്. ഈ പ്ലാനറ്റ് ഗിയേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ആ പിനിയൻ്റെ കൂടെ അഥവാ നമ്മളെ കേജിൻ്റെ കൂടെ അഥവാ നമ്മളെ ക്രൗൺ വീലിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. മാത്രമല്ല അതിന് സ്വയം റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. സ്വയം ആ പിനിയൻ ആക്സിസിൽ അഥവാ ഒരു പ്ലാനറ്റ് ഗിയറിൻ്റെ സ്വയം ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മുടെ ക്രൗൺ വീലിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാനും കഴിയും. ഇനി അത് നമ്മൾ ഈ രണ്ട് പ്ലാനറ്റ് പിനിയൻ അല്ലെങ്കിൽ ചില സമയത്ത് 4 വരെ വരും. നേരെ സ്റ്റാർ രീതിയിൽ രണ്ട് ക്രോസ് പിന്നുകൾ കൊടുത്തിട്ട് ഇതുപോലെ ക്രോസ് പിന്ന് നേരെ ഓപ്പോസിറ്റിൽ ക്രോസ് പിന്ന് കൊടുത്തിട്ട് നേരെ ഇങ്ങനെ ക്രോസ് പിന്ന് കൊടുത്ത് ഇവിടെ അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും അങ്ങനെയും രണ്ട് പ്ലാനറ്റ് പിനിയൻ കൊടുത്തിട്ട് 4 പ്ലാനറ്റ് പിനിയനും ചില വാഹനങ്ങളിൽ വരും. ചിലതിൽ 2 പ്ലാനറ്റ് പിനിയൻ വരും. ഇത് സിമ്പിളായിട്ട് 2 പ്ലാനറ്റ് പിനിയനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 2 പ്ലാനറ്റ് പിനിയൻ അല്ലെങ്കിൽ പ്ലാനറ്റ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആ 2 പ്ലാനറ്റ് ഗിയേഴ്സും നമ്മൾ 2 സൺ ഗിയേഴ്സുമായി മെഷർഡ് ആണ്. ഈ സൺ ഗിയേഴ്സ് ആണ് നമ്മളെ വീൽസിലേക്ക് കണക്ട് ചെയ്തത്. അത് നമ്മളെ റൈറ്റ് സൈഡിലെ വീലാണെങ്കിൽ ആ റൈറ്റ് സൈഡ് വീലിൻ്റെ ആക്സിൽ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഹാഫ് ഷാഫ്റ്റ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആകുമ്പോൾ നമ്മൾ ഹാഫ് ഷാഫ്റ്റ് എന്ന് പറയും. റിയർ വീൽ ഡ്രൈവ് ആകുമ്പോൾ സാധാരണ നമ്മൾ ആക്സിൽ ഷാഫ്റ്റ് എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ റൈറ്റ് സൈഡ് വീലുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സൺ ഗിയർ നേരെ
ലെഫ്റ്റ് സൈഡിൽ വീൽസിലേക്കും ഇവിടെ ആ ലെഫ്റ്റ് സൈഡ് വീലിലേക്കും ഈ ഒരു ഹാഫ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ആക്സിൽ ഹാഫ് ആക്സിൽ വഴി പോകും. അപ്പോൾ റൈറ്റ് സൈഡ് വീലിലേക്കും ലെഫ്റ്റ് സൈഡ് വീലിലേക്കും കണക്ട് ചെയ്തിട്ടുള്ള വീൽസിലേക്ക് കണക്ട് ചെയ്ത ഷാഫ്റ്റും അല്ലെങ്കിൽ ഹാഫ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ആക്സിലുമായി കണക്ട് ചെയ്തിട്ടുള്ളത് ഏതാണ്? നമ്മുടെ സൺ ഗിയേഴ്സ് ആണ്. അപ്പോൾ 2 സൺ ഗിയേഴ്സ് ഉണ്ടാവും, 2 അല്ലെങ്കിൽ 4 പ്ലാനറ്റ് ഗിയേഴ്സ് ഉണ്ടാവും. ഈ ഒരു യൂണിറ്റാണ് ഒരു കേജ്. നമ്മൾ ഈ കേജിൽ ഈ പിനിയൻ ഒരു എന്താണ് ഒരു പിന്നുമേ ക്രോസ് പിന്നുമേ ഈ പിനിയൻ ഗിയേഴ്സും അതുമായി മെഷ് ചെയ്തിട്ട് 2 സൺ ഗിയേഴ്സും അതുമായി നമ്മളെ സ്പ്ലൈൻസിൽ നമ്മളെ ഷാഫ്റ്റും, ഏത് ഷാഫ്റ്റ്? നമ്മൾ ആക്സിൽ ഷാഫ്റ്റ് അല്ലെങ്കിൽ വീൽസിലേക്ക് പോകുന്ന ഹാഫ് ഷാഫ്റ്റുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ബിവൽ പിനിയൻ ഉണ്ടാവും, ക്രൗൺ വീൽ ഉണ്ടാവും. ബിവൽ പിനിയനുമായി കണക്റ്റഡ് ആയിട്ട് ക്രൗൺ വീലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ക്രൗൺ വീലുമായി ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേജ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രൂഡഡ് ആയിട്ട് തന്നെ അതിമ തന്നെ കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതിമ ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേജ്. ആ കേജിൽ തന്നെ നമ്മൾ ക്രോസ് പിന്ന്, ആ ക്രോസ് പിന്നിൻ്റെ അകത്ത് പ്ലാന്റ് ഗിയേഴ്സ് 2 അല്ലെങ്കിൽ 4 പ്ലാന്റ് ഗിയേഴ്സ്. ഇനി ആ പ്ലാന്റ് ഗിയേഴ്സുമായി മെഷ് ചെയ്തിട്ട് സൺ ഗിയേഴ്സ് നമ്മൾ എന്താണ് 2 ഹാഫ് ഷാഫ്റ്റുകളുമായി കണക്റ്റഡ് ആണ്, അത് വീൽസിലേക്ക് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ഇനി പ്ലാനറ്റ് ഗിയേഴ്സിൻ്റെ പ്രത്യേകത അതിനെന്താണ്? ഈ സൺ ഗിയറിൻ്റെയും ക്രൗൺ വീലിൻ്റെയൊക്കെ കൂടെ റൊട്ടേറ്റ് ചെയ്യാനും കഴിയും, അതിന് സ്വയം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാനും കഴിയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കേസിലുള്ള ഈ ഒരു ഗിയർ സ്ട്രക്ചറിൽ ഉള്ള ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഗിയറായിട്ട് നിങ്ങൾക്ക് എന്താണ് കൊടുക്കുന്ന ഒരു 2D ഫിഗർ തന്നെ, 2D അല്ല 3D ഫിഗർ തന്നെയാണ്. കട്ട് സെക്ഷണൽ വ്യൂ പോലെ തന്നെയാണ് ചെറുനിലക്ക്. കട്ട് സെക്ഷണൽ വ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു 3D വ്യൂ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഒരു 3D വ്യൂ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഓപ്പൺ ഡിഫറൻഷ്യലിൻ്റെ 3D വ്യൂ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് ബിവൽ പിനിയൻ കാണാൻ പറ്റും, ക്രൗൺ വീൽ കാണാൻ പറ്റും. നെക്സ്റ്റ് 2 പ്ലാന്റ് ഗിയേഴ്സ്, 2 സൺ ഗിയേഴ്സ്, നമ്മൾ ഹാഫ് ഷാഫ്റ്റുകൾ. നെക്സ്റ്റ് നമ്മൾ ക്രോസ് പിന്നിനെ ഡിഫറൻഷ്യൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്ലാനറ്ററി ഗിയേഴ്സ് എന്ന് പറയുന്നത് പ്ലാനറ്റ് പിനിയൻ, പ്ലാന്റ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൺ ഗിയർ, അതുപോലെ തന്നെ ക്രൗൺ വീല്, ബിവൽ പിനിയൻ. അത്രയാണുള്ളത് ഇതിൽ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. വർക്കിംഗ് 2 കണ്ടീഷനാണുള്ളത് അല്ലേ. ഒന്നെന്ന് പറയുന്നത് സ്ട്രൈറ്റ് റോഡ് കണ്ടീഷനിൽ വളരെ സിമ്പിളാണ്. നമ്മൾ എഞ്ചിനിലെ ഡ്രൈവ് നേരെ ബിവൽ പിനിയൻ വഴി ക്രൗൺ വീലിലെത്തുന്നു. അത് അത്രയും നമുക്ക് മനസ്സിലായി. അപ്പോൾ ബിവൽ പിനിയൻ വന്ന് ക്രൗൺ വീലിലെത്തി നമുക്ക് എന്ത് ചെയ്യണം? 2 ഷാഫ്റ്റ് വഴി വീൽസിലേക്ക് പോകണം. അതിനെന്താണ്? നമ്മൾ എഞ്ചിനിലെ ഡ്രൈവ് ക്രൗൺ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ക്രൗൺ വീലുമ്പോൾ കണക്റ്റഡ് ആണ് ഈ കേജ്. അപ്പോൾ കേജ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. കേജിൽ എന്താണ്? നമ്മൾ പ്ലാന്റ് ഗിയേഴ്സ് ഉണ്ട്. ആ പ്ലാന്റ് ഗിയേഴ്സ് മെഷ് ചെയ്തിട്ടുള്ളത് ഈ സൺ ഗിയേഴ്സുമായിട്ടാണ്. അപ്പോൾ ഇത് 4ഉം കൂടിയും ഒറ്റ യൂണിറ്റായിട്ട് ഈ ഒരു കേജിൻ്റെ കൂടെ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കേജും ഈ ഒരു എന്താണ് 4 ഗിയേഴ്സ് അടങ്ങിയിട്ടുള്ള യൂണിറ്റ് ഒന്ന് തമ്മിൽ റിലേറ്റീവായിട്ട് മോഷൻ ചെയ്യുക. അതൊക്കെ ഒറ്റ യൂണിറ്റായിട്ട് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? ഈ ഷാഫ്റ്റും അഥവാ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഷാഫ്റ്റും ഒരേ സ്പീഡിൽ, അഥവാ ഇവിടെ നിന്നുള്ള ഡ്രൈവ് നേരെ 90 ഡിഗ്രി ആയിട്ട് 2 വീൽസിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ സ്ട്രൈറ്റ് റോഡിൽ കൺഫ്യൂഷനൊന്നുമില്ല. ബിവൽ പിനിയനിലുള്ള ഡ്രൈവ് നേരെ ക്രൗൺ വീലെത്തും. ക്രൗൺ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കേജും പ്ലാന്റ് ഗിയേഴ്സും സൺ ഗിയേഴ്സും ഒക്കെ ഒറ്റ യൂണിറ്റായിട്ട്, റിലേറ്റീവായിട്ട് ഒന്നും കറങ്ങാതെ നേരെ എല്ലാതും കൂടി ഒറ്റ യൂണിറ്റായിട്ട് കറങ്ങും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 ഹാഫ് ഷാഫ്റ്റുകളും റൊട്ടേറ്റ് ചെയ്യും. അതാണ് സ്ട്രൈറ്റ് റോഡിൽ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി കർവ് ടേൺ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചതുപോലെ റൈറ്റ് സൈഡിലേക്കാണ് തിരിയുന്നതെങ്കിൽ നമ്മളൊരു വാഹനം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ, കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ ലോഡിൻ്റെ കൂടുതൽ പോർഷൻ ആ ഒരു സൈഡിലെ വീൽസിലേക്കും ആ ഒരു വീലിൻ്റെ ഹാഫ് ഷാഫ്റ്റിലേക്കും ആക്സിലിലേക്കും ആ സൈഡിലെ ആക്സിലേക്കുമാണ് ആക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു കർവ് ടേൺ ചെയ്യുമ്പോൾ ബസ്സിൻ്റെ
ബസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ ഒരു ഭാഗത്തേക്കാണ് ചെരിയും അല്ലേ, ഏത് ഭാഗത്തേക്കാണ് തിരിയുന്ന ആ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിയാൻ പോകും. അത് ഭാഗത്തേക്ക് എല്ലാവരും കൂടി ലോഡ് ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ വാഹനത്തിൻ്റെയും അതിലുള്ള പാസഞ്ചേഴ്സ് എല്ലാത്തിൻ്റെയും ലോഡ് നമ്മൾ കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്തേക്കാണ് കർവ് ടേൺ ചെയ്യുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് അതിൻ്റെ ലോഡ് കൂടുതൽ ആക്ട് ചെയ്യുക. അപ്പോൾ ആ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൈഡിലെ ഷാഫ്റ്റ്, ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ഒരു ഷാഫ്റ്റ് അതിമൊക്കെ ഒരു ലോഡ് എന്ത് ചെയ്യും വരും, കൂടുതൽ ലോഡ് വരും. ഈ ഷാഫ്റ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷാഫ്റ്റിലേക്ക് ലോഡ് കുറവാകും ചെയ്യും. ഇതിൽ ലോഡ് കൂടുതലാണ്, ഇതിൽ ലോഡ് എന്താണ് കുറവാണ്. ഒരു കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി നിങ്ങൾ ചിന്തിച്ചാൽ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഈ ഒരു സൈഡിലേക്കാണ് നമ്മൾ കർവ് ടേൺ ചെയ്യുന്നതനുസരിച്ച് അപ്പോൾ ഇന്നർ വീൽസിൽ അതിനെ നമ്മൾ ഇന്നർ വീൽ ഔട്ടർ വീൽ എന്താണ് മനസ്സിലാക്കി, ഏത് സൈഡിലേക്കാണ് തിരിയാതെ ആ ഒരു സൈഡിലേക്കുള്ള തിരിയുന്ന സൈഡിലെ വീൽസിനാണ് ഇന്നർ വീൽ എന്ന് പറയുക. അപ്പോൾ ഇന്നർ വീൽസിലേക്ക് ലോഡ് കൂടും, സ്വാഭാവികമായിട്ടും ആ ഇന്നർ വീൽ കണക്ട് ചെയ്തിട്ടുള്ള ഷാഫ്റ്റിലേക്കും ലോഡ് കൂടും. അപ്പോൾ ലോഡ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ സൺ ഗിയറുമായിട്ടാണ്. അപ്പോൾ ആ ഒരു സൈഡിലെ സൺ ഗിയറുമൊക്കെ ഒരു പിടുത്തം വരും. പിടുത്തം വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് ഗിയറിൻ്റെ പ്രത്യേകത ഉണ്ട്. ആ പ്ലാന്റ് ഗിയറിന് അതിന് പ്ലാന്റ് ഗിയറാണ് നമ്മൾ സൺ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഫ്രണ്ട് വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ അതിന് പിടുത്തം വരുന്ന സമയത്ത് പ്ലാന്റ് ഗിയറിൻ്റെ എന്ത് ചെയ്യും, പിടുത്തം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലാന്റ് ഗിയറിൻ്റെ പ്രത്യേകത അതിൻ്റെ സ്വയം ആക്സിസിൽ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ പിടിച്ചു വെക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് പ്ലാന്റ് ഗിയേഴ്സ് സ്വയം ആക്സിസിൽ അതിൻ്റെ ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും മാത്രമല്ല അത് അതിൻ്റെ മേലെ കൂടി ഈ സൺ ഗിയറിൻ്റെ മേലെ കൂടി റിവോൾവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ എത്രത്തോളം ലോഡ് ഈ ഒരു സൈഡിലേക്ക് കർവിൻ്റെ ഷാർപ്പ്നെസ് അനുസരിച്ച് കൂടുതൽ ടേൺ ചെയ്യുക. അപ്പോൾ കൂടുതൽ ആ ഒരു ഇന്നർ വീൽസ് കുറഞ്ഞ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ മതിയാവും, ഔട്ടർ വീൽസ് കൂടുതൽ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സൈഡ് ഏറ്റവും കൂടുതൽ ഷാർപ്പ് ടേൺ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ലോഡ് ആ ഒരു സൺ ഗിയറിലേക്ക് വരും. അതിനനുസരിച്ച് നമ്മൾ പ്ലാന്റ് ഗിയേഴ്സ് അതിൻ്റെ മേലെ കടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ ആ ഒരു സൺ ഗിയേഴ്സിലേക്കുള്ള പോകുന്ന പവർ കുറയും, എൻജിനിൽ ഡ്രൈവ് കുറയും. അതിന് പകരം ആ പ്ലാന്റ് ഗിയർ അതിൻ്റെ മേലെ കൂടെ കടന്ന് റൊട്ടേറ്റ്. ഈ ഒരു റൊട്ടേഷൻ നേരെ ട്രാൻസ്മിറ്റ് ചെയ്യുക നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇവിടെ ഈ ഒരു സൺ ഗിയറാണ്, ഈ ഒരു സൺ ഗിയറിലേക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സൺ ഗിയറിലേക്ക് ആ ഒരു പവറും കൂടി എക്സ്ട്രാ, ഇവിടെ എത്ര പവർ കുറഞ്ഞോ ഈ സൺ ഗിയറിൻ്റെ പിടുത്തം കാരണം അതിലേക്ക് വന്ന ലോഡ് കാരണം അതിൻ്റെ മേലെ ഈ പ്ലാന്റ് ഗിയേഴ്സ് റിവോൾവ് ചെയ്യുന്നത് കാരണം ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എൻജിൻ്റെ സ്പീഡ് എത്രത്തോളം കുറഞ്ഞോ അത്രയും സ്പീഡ് ഈ ഭാഗത്ത് സൺ ഗിയറിൽ കൂടും. കാരണം എന്താ, ആ ഭാഗത്ത് സൺ ഗിയറിലുള്ള ലോഡ് കുറയുക ചെയ്യുക. പിടുത്തം കുറഞ്ഞ ഭാഗം അല്ലെങ്കിൽ ലോഡ് കുറഞ്ഞ ഭാഗത്തുള്ള ഗിയറിലേക്ക് കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്ലാന്റ് ഗിയേഴ്സ് അതിൻ്റെ മേലെ കൂടെ കടന്ന് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, അതിൻ്റെ കൂടെ സ്വയം റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും, ഏത് ഭാഗത്തുള്ളതാണ് പിടുത്തം കൂടുതൽ ലോഡ് കൂടുതൽ വരുന്നത് ആ ഭാഗത്ത് നമ്മൾ കർവ് ടേൺ ചെയ്യുന്ന ഭാഗത്ത് ഏത് ഭാഗത്തേക്കുള്ള കർവാണെങ്കിൽ ആ ഭാഗത്ത് ഇന്നർ വീൽസ് എന്ന് പറയും. ആ ഇന്നർ വീൽസിലേക്കാണ് കൂടുതൽ ലോഡ് വരിക. ആ ഇന്നർ വീൽസിൻ്റെ സൺ ഗിയർ അത് എന്ത് ചെയ്യും, സ്പീഡ് കുറയും. അതിനനുസരിച്ച് നമ്മൾ പ്ലാനറ്റ് ഗിയർ ഇതിൻ്റെ മേലെ കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നേരെ അതർ സൈഡിലുള്ള ഔട്ടർ വീൽസിലെ സൺ ഗിയറിന് സ്പീഡ് കൂട്ടുകയും ചെയ്യും. എഞ്ചിനിലെ പവർ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതൊരു സൈഡിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിനിന് എപ്പോഴും വരുന്നത് ബിവൽ പിനിയൻ ക്രൗൺ വീലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരേ സ്പീഡിലാണ്. അപ്പോൾ നമുക്കിത് ഒരു ഡ്രൈവ് വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് ലോസ്റ്റ് ആയി പോകില്ല. അപ്പോൾ ഈ ഒരു സൈഡിലെ സൺ ഗിയറിലേക്ക് അത് കുറച്ച് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൺ ഗിയറിൽ ലോഡ് കുറഞ്ഞ സൺ ഗിയറിൽ ഔട്ടർ വീൽസിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ സൺ ഗിയർ കൂടുതൽ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഔട്ടർ വീല് കൂടുതൽ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അവർ സ്മൂത്തായിട്ട് ആ കർവ് ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് രണ്ട് വീൽസിലേക്കും ഇന്നർ വീൽസിലേക്കും ഔട്ടർ വീൽസിലേക്കും ഡിഫറെൻറ്റ് സ്പീഡിൽ അഥവാ ഇന്നർ വീൽസിലേക്ക് കുറഞ്ഞ സ്പീഡും ഔട്ടർ വീൽസിലേക്ക് കൂടുതൽ സ്പീഡും അല്ലെങ്കിൽ ഇന്നർ വീൽസിലേക്ക് കുറഞ്ഞ പവറും ഔട്ടർ വീൽസിലേക്ക് കൂടുതൽ പവറും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മേലെ ഏത് വീൽസിലേക്കാണ് പിടുത്തം വരുന്നത് അതിൻ്റെ മേലെ കൂടെ കടന്നിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഇത് ചിലപ്പോൾ നമുക്കൊരു ഡീമെറിറ്റ് ആയിട്ട് വരാറുമുണ്ട്. നമ്മൾ ചളി കുടുങ്ങിയ വണ്ടിയാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചളി കുടുങ്ങി കഴിഞ്ഞാൽ ചളിയിൽ കുടുങ്ങിയ വീല് മാത്രം ഫ്രീ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ
നമ്മളിപ്പോൾ ഒരു വാഹനം ചളിയിലൊക്കെ എവിടെയെങ്കിലും പൊന്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ വീല് മാത്രം ഇങ്ങനെ കറങ്ങും, വണ്ടി നീങ്ങൂല. സാധാരണ ഇതുപോലത്തെ ഡിഫറൻഷ്യലുള്ള വെഹിക്കിൾ ആണെങ്കിൽ. അപ്പോൾ ആ വീല് മാത്രം സ്പിൻ ചെയ്യും. കാരണം എന്താ, മറ്റേ വീലിലേക്ക് ഫ്രിക്ഷൻ വരും, പിടുത്തം ഫുള്ള് മറ്റേ വീലിൽ വരും. അപ്പോൾ ആ വീലിന് എന്താണ്, സൺ ഗിയർ സ്റ്റോപ്പായിട്ടുണ്ടാകും. അപ്പോൾ എഞ്ചിനിലെ ഡ്രൈവ് ഏത് നേരം ഈ ചളിയിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന വീൽസിലേക്ക് മാത്രം എന്ത് ചെയ്യും, ഫുൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഡിഫറൻഷ്യലിൽ സാധാരണ ഡിഫറൻഷ്യൽ വെഹിക്കിൾ ഏതെങ്കിലും ചളിയിൽ കുടുങ്ങിയാൽ പിന്നെ ആ ചളിന്ന് നമ്മൾ തള്ളിക്കയറ്റാതെ ആ ഒരു വീല് ഫ്രീ ആയിട്ട് കറങ്ങുന്ന വീല് എന്താണ് അതിൽ നിന്ന് മാറ്റാതെ നമുക്ക് വണ്ടി നീക്കാൻ കഴിയാത്ത ആ വീല് മാത്രം കറങ്ങി എഞ്ചിനിലെ ഡ്രൈവ് മൊത്തം ആ ഒരു സൈഡിലെ വീൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി നമ്മൾ ഒരു വാഹനത്തിൽ അങ്ങനെ ഒരു സാധാരണ ഡിഫറൻഷ്യൽ വെഹിക്കിൾ നമ്മൾ ഒരു വീല് മാത്രം ജാക്കപ്പ് ചെയ്തു, ഒരു വീല് ജാക്കപ്പ് ചെയ്തിട്ട് നമ്മൾ ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ജാക്കപ്പ് ചെയ്ത വീല് അഥവാ പൊന്തിച്ച് വെച്ചിട്ടുള്ള വീല് മാത്രം കറങ്ങും. കാരണം അതിലേക്ക് തീരെ ലോഡ് വരുന്നില്ല. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വീല് ഫുൾ ലോഡ് വരുന്നുണ്ട്. ആ ഫുൾ ലോഡ് വരുന്ന വീൽസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാതെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഫ്രീ ആയിട്ടുള്ള വീൽസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പ്ലാന്റ് ഗിയർ സൺ ഗിയറിൻ്റെ മേലെക്കൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള സൺ ഗിയറിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ കർവ് ടേൺ ചെയ്യുന്ന സമയത്തും നടക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഈ വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ ലെഫ്റ്റ് വീലിന് കുറച്ച് റൊട്ടേറ്റ് ചെയ്താൽ റൈറ്റ് വീലിന് കൂടുതൽ റൊട്ടേറ്റ് ചെയ്യണം. അതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ സോളിഡ് ഷാഫ്റ്റ് ആണ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടിനും ഒരുപോലെ അങ്ങനെ സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കറങ്ങാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഡിഫറൻഷ്യൽ കൊടുക്കൽ നിർബന്ധമാവും. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യലിൻ്റെ മെക്കാനിസം വഴി നമുക്ക് റൈറ്റ് സൈഡ് വീൽസ് ലെഫ്റ്റ് സൈഡ് വീലും ഡിഫറെൻറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എഞ്ചിനിലുള്ള പവർ പിനിയൻ ഗിയർ വഴി റിംഗ് ഗിയർ, അതായത് റിംഗ് ഗിയർ തന്നെയാണ് നമ്മൾ ക്രൗൺ വീല്. ഇനി സ്പൈഡർ ഗിയർ, ഇതാണ് നമ്മളെ പ്ലാനറ്റ് ഗിയറിൻ്റെ അനദർ പേരാണ് സ്പൈഡർ ഗിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ എഞ്ചിനുള്ള ഡ്രൈവ് എന്ന ബിവൽ പിനിയൻ. ഇതാണ് ക്രൗൺ വീൽ. ബിവൽ പിനിയന് ക്രൗൺ വീലിനെ നമ്മൾ റിംഗ് ഗിയർ, ആൾസോ കാൾഡ് റിംഗ് ഗിയർ എന്നൊന്നും വിളിക്കാറുണ്ട്. ഇതാണ് നമ്മളെ കേജ്. ഇത് കേജ് നമ്മളിതിപ്പോൾ വർക്കിങ്ങിന് മാത്രം വർക്കിംഗ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേജ് ഒരു സൈഡിലെ കേജിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതിൽ വീഡിയോയിൽ ബാക്കി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മളെ പ്ലാന്റ് ഗിയർ ആൾസോ കാൾഡ് സ്പൈഡർ ഗിയർ എന്നും അതിന് വിളിക്കാറുണ്ട്. ഓക്കെ, പ്ലാന്റ് ഗിയറിന് തന്നെയാണ് സ്പൈഡർ ഗിയർ എന്നും വിളിക്കാറ്. ഓക്കെ, ഇനി ബാക്കി കണ്ടോളൂ, അപ്പോൾ മനസ്സിലാവും. അതിന് സ്വയം ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ഇതിന് കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതാണ് നമ്മൾ സൈഡ് ഗിയർ എന്ന് പറയുന്നതാണ് നമ്മൾ സൺ ഗിയർ. അപ്പോൾ രണ്ട് വീൽസ് ലെഫ്റ്റ് സൈഡ് വീലിലേക്കും റൈറ്റ് സൈഡിലേക്കും പോകുന്നത് നമ്മൾ ഈ സൺ ഗിയറിനെ നമ്മൾ ആൾസോ കാൾഡ് സൈഡ് ഗിയർ. അപ്പോൾ ഇതിനൊക്കെ വേറെ വേറെ പേരുകളുണ്ട്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. റിംഗ് ഗിയർ എന്ന് പറഞ്ഞാൽ ക്രൗൺ വീല്, സ്പൈഡർ ഗിയർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഗിയേഴ്സ്, സൈഡ് ഗിയർ എന്ന് പറഞ്ഞാൽ സൺ ഗിയർ. ഓക്കെ, അതാണ് അനദർ നെയിംസ് എന്ന് പറയുന്നത്. ഇനി ബാക്കി ശ്രദ്ധിച്ചോളൂ. രണ്ട് കേസ് നമ്മൾ മനസ്സിലാക്കുക. സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന സമയത്ത് രണ്ട് വീൽസ് ഒരേ സ്പീഡിലായിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മൾ ഇത് സ്ട്രെയിറ്റ് റോഡിലാവുമ്പോൾ അത് നമ്മളെ എന്താണ് പിനിയൻ സ്പൈഡർ ഗിയർ അല്ലെങ്കിൽ പ്ലാന്റ് ഗിയർ അത് സ്വയം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യില്ല, പകരം അത് ക്രൗൺ വീലിൻ്റെ കൂടെ മാത്രം റൊട്ടേറ്റ് ചെയ്യും. അതെല്ലാതും കൂടി ഒറ്റ യൂണിറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് ഇതിന് ബാക്കി കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ രണ്ട് സൺ ഗിയറിനെ ഇതിന് കൂടെ അതൊക്കെ ഒറ്റ യൂണിറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ രണ്ടും
രണ്ട് ഷാഫ്റ്റിനും ഒരേ സ്പീഡായിരിക്കും. ഇതാണ് നമ്മൾ സ്ട്രേറ്റ് റോഡിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് നോക്കാം. ഇവിടെ ഔട്ടർ വീൽസിന് കൂടെ സ്പീഡും ഇന്നർ വീൽസ് കുറഞ്ഞ സ്പീഡാവും. അപ്പോൾ അതെന്ത് ചെയ്യും, ആ സ്പൈഡർ ഗിയർ അല്ലെങ്കിൽ പ്ലാന്റ് ഗിയർ, മഞ്ഞ നിറത്തിലുള്ളത്, അത് സ്വയം റൊട്ടേറ്റ് ചെയ്യും. കണ്ടോ, സ്വന്തം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, അതിൻ്റെ മേലെ കൂടെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. കണ്ടോ, അത് സ്വയം സ്പിൻ ചെയ്യും അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, അതിൻ്റെ മേലെ കൂടെയും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ലോഡ് ടേൺ ചെയ്യുന്നത് ആ ഭാഗത്തെ സൺ ഗിയറിന് കുറഞ്ഞ സ്പീഡിലും നേരെ ഓപ്പോസിറ്റുള്ള സൺ ഗിയറിന് കൂടുതൽ സ്പീഡിലും റൊട്ടേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ഇതിൽ കാണാം. അതാണ് നമ്മൾ സ്വയം കറങ്ങുന്ന ഈ പിനിയൻ, അത് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ ആ ഇന്നർ വീൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ എൻജിൻ്റെ വെലോസിറ്റിയിൽ നിന്ന് നമ്മളെ ഈ പിനിയൻ്റെ വെലോസിറ്റി കുറച്ചതായിരിക്കും. നേരെ മറിച്ച് ഔട്ടർ വീൽസിലേക്കോ എൻജിൻ്റെ വെലോസിറ്റി കൂടെ ഈ പിനിയൻ്റെ വെലോസിറ്റി ആഡ് ചെയ്തതായിരിക്കും. സ്വയം ഈ പിനിയൻ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് ആഡ് ചെയ്തതായിരിക്കും. അപ്പോൾ ഒന്നിൽ എത്ര സ്പീഡ്, ഒരു സൺ ഗിയറിൽ എത്ര സ്പീഡ് കുറയുന്നോ അതിനനുസരിച്ചുള്ള സ്പീഡ് ഈ സൺ ഗിയറിൽ കൂടും. അതെങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ഈ പിനിയൻ്റെ റൊട്ടേഷൻ കാരണമാണ്. അപ്പോൾ ഇവിടെ ഈ പിനിയൻ ഇതിൻ്റെ മേലെ കൂടെ കടന്ന് റൊട്ടേറ്റ് ചെയ്യും. സ്പീഡ് കുറയുമ്പോൾ ഇവിടെ ആ സ്പീഡും കൂടി ഇവിടെ ആഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് വീൽസിൽ ഡിഫറെൻറ്റ് പവർ, അഥവാ ഇന്നർ വീൽ കുറഞ്ഞ പവറും ഔട്ടർ വീൽ കൂടുതൽ പവറും നമുക്ക് കർവ് ടേൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ബാക്കി കണ്ടോളൂ കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. അത് രണ്ട് സൺ ഗിയറും രണ്ട് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പിനിയൻ അതിൻ്റെ മേലെ കൂടെ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ. നേരെ ഓപ്പോസിറ്റിൽ ടേൺ ചെയ്യുന്ന സമയത്ത് നേരെ തിരിച്ചാവും. നമ്മൾ പിനിയനും നേരെ ഓപ്പോസിറ്റിൽ കറങ്ങും, ലോഡ് സൈഡിലേക്ക് വരും. നേരെ കർവ് ടേൺ ചെയ്യുന്നത് നേരെ എതിർവശത്തേക്കാണ് കർവ് ടേൺ ചെയ്യുന്നത്. ഇനി ഇതുപോലെ നമ്മൾ രണ്ട് പ്ലാന്റ് ഗിയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി സ്മൂത്ത് ആയിട്ടുള്ള റൊട്ടേഷൻ കിട്ടും. ഇങ്ങനെയാണ് സാധാരണ രണ്ട് പ്ലാന്റ് ഗിയറോ അല്ലെങ്കിൽ ചില സമയത്ത് 4 പ്ലാന്റ് ഗിയേഴ്സോ ഉണ്ടാവും. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു ക്രോസ് പിന്നും കൂടെ കൊടുക്കും. ഇതാണ് നമ്മളെ ഡിഫറൻഷ്യലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ ഡിഫറൻഷ്യലിൻ്റെ ഫങ്ഷൻ. ഇതോടെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ബാക്കി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യൽ ഉണ്ട്. ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ, അതുപോലെ നോൺ സ്ലിപ്പ് ഡിഫറൻഷ്യലിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.